ഇത് ഒറിജിനലാണ്, താഴെയാണ് ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത്. നമ്മളവിടെ ജെവിനുണ്ട്. പിന്നെ ബുർജുമാനിൽ നിന്ന് കിലോ റെഡ് മെട്രോ പിടിക്കുന്ന നേരെ ദുബായ് മോൾ ബാത്റൂമിലോട്ട് പോകുന്ന ട്രെൻഡ്സാണ്. ലോകത്തിലെ ഏറ്റവും വലിയ LED ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്കെൽറ്റൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ അക്വേറിയം 25 വീഡിയോ. ഇത് 35 ഉള്ളൂ. വൈറ്റ് പാൻ്റ് ഉള്ളൂ കേട്ടോ. 81 കൊള്ളാം. ഓക്കെ, സെൻട്രൽ പോയിന്റ് ഒരു മാക്സിൽ ഇറങ്ങി കൊള്ളാം കേട്ടോ. നല്ല സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സെൻട്രൽ പോയിന്റുകൾ അതിൻ്റെ അകത്താണ് അണ്ടർ വാട്ടർ ചെയ്യുന്നുണ്ട് 2 പേര്. അതായത് സെൻട്രൽ പോയിന്റിൻ്റെ അകത്ത് ഫൗണ്ടൻ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുക. ആപ്പിളിൻ്റെ ഷോ 3 ദിവസത്തിന് ഷവർമ. കേസ് അവസാനം നമ്മൾ മെട്രോ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതാണ് ബബിൾ ടീ കേട്ടോ. ഇവിടെ ഇത് ഇങ്ങനെ കറങ്ങുന്നത് എന്താണ് സംഭവം? ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ദുബായ് മോളിൽ. നമ്മളവിടെ ജെവിനും ഉണ്ട്. ജെവിൻ വലിയൊരു ബ്ലോഗറാണ്. ജെവിൻ എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഇവിടുത്തെ പിന്നെ അറിയാവുന്ന ഒരു ചെറുക്കനാണിത്. അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ ദുബായ് മോളിൽ കുറേ പോയിട്ടുണ്ട്. ജസ്റ്റ് ചുമ്മാ കുറേ നാളെ ശേഷം ഞാൻ ഏകദേശം വ്ളോഗ് ഇടാനൊരു 3 മാസമായി ഒരു വ്ളോഗിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം പുതിയതായിട്ട് വ്ളോഗ് ഇടുക. ഇങ്ങനെ ദുബായ് മോളിൽ അവിടെ ഫൗണ്ടനൊക്കെ വറ്റിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ എന്തോ റിനോവേഷൻ റിനോവേഷൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി വരാം. ആ റിനോവേഷൻ ആയ സമയം തൊട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. എന്തായാലും ഞാൻ പോയിട്ട് വരാം. നല്ല കാറ്റുണ്ട്, നല്ല ചൂടുണ്ട്. 46 ഡിഗ്രിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ചൂട് വരുന്നത്. മെട്രോയിലോട്ട് കയറിക്കണം. മെട്രോയിലോട്ട് കയറുന്നത് ദുബായ് മോൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബുർജുമാനിൽ നിന്ന് കിലോ റെഡ് മെട്രോ പിടിക്കുന്ന നേരെ ദുബായ് മോൾ. ഓക്കെ, ഇവിടെ താഴോട്ടാണ് പോകേണ്ടത്. ബുർജുമാൻ അതിൽ നമുക്ക് നേരെ ഇവിടെ വരണം. ഇവിടെയാണ് ദുബായ് മോൾ. Next station is ADCB. മെട്രോ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നടന്നു. കുറേ നാളായിട്ടോ വന്നിട്ട്. ഇവിടെയൊക്കെ ഭയങ്കര ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ കണ്ടെയ്നർ ഇവിടെ ഉണ്ടാകും. ആ ബിൽഡിങ്ങിൻ്റെ കനം കണ്ടു. ജസ്റ്റ് നോക്കിയാൽ ഇത്ര ഉള്ള കനം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതേപോലത്തെ ഉള്ള ബിൽഡിംഗ് സ്ട്രോങ് ആണ്. സ്ട്രോങ് സ്റ്റീൽ പൈപ്പൊക്കെ ഇട്ടുണ്ടാക്കി. ഏകദേശം 4 മാസമായിട്ട് ദുബായ് മോളിലോട്ട് വന്നിട്ട് പൈസ. അപ്പോൾ ഇതാണ് വാക്ക് വേ എന്ന് പറയുന്നത്. ഇത് ദുബായ് മോളിൽ കണക്ട് ചെയ്യും. പിന്നെ എമറേറ്റ്സ് ടവർ അങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബിസിനസ് വേ. അങ്ങോട്ടുള്ള ബിസിനസ് വേ ആണ്. ഈ വാക്ക് വേയിൽ നിന്ന് അങ്ങോട്ട് വാക്ക് വേണ്ട. ഇത് എമറേറ്റ്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് എൻട്രൻസ് ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ അവിടെയും കാണുന്ന ഇതിൻ്റെ ഫ്രണ്ടിൽ ഫൗണ്ടനുണ്ട്. മറ്റേ ഫൗണ്ടൻ എനിക്ക് തോന്നുന്നു പോസ്റ്റാണ്. പുതിയ എന്തോ ഒക്കെ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം സെപ്റ്റംബറൊക്കെ ആവാൻ നേരത്ത് ബുർജ് ഖലീഫ പുതിയ ലൈറ്റ്. നീ എത്ര ഉണ്ട് ഇവിടെ വന്നത്? പക്ഷേ ഇപ്പോഴത്തെ താമസം വെയിലത്ത് കിടക്കാൻ അല്ല, ഞാൻ പറയട്ടെ, നീ ഇപ്പം ഈ പുതിയ ബുർജ് ഖലീഫ ഞാൻ സമയത്തൊക്കെ മറക്കി അല്ലേ? അത്രയല്ല, ചെറിയ ഇതല്ല. മേലോട്ട് കാണാൻ നമുക്ക് കാണാൻ പറ്റും. വാക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇത്ര 4ാമത്തെ അല്ലേ? 4ാമത്തെ വാക്ക്. പക്ഷേ ഇനിയും ഉണ്ട് കേട്ടോ. ഒരു വാക്ക് ഉണ്ടല്ലോ അവിടെ. ഇനിയും ഉണ്ടല്ലോ. ഒന്നല്ല ഇനി കാണാൻ പോകുന്നത് ദുബായ് മോളിലെ റോളക്സ്. എവിടെ? ഓ ഗൈസ്, ഞാൻ കാണിച്ചില്ല. ബുർജ് ഖലീഫ ഇവിടെ നമുക്ക് കയറാം കേട്ടോ. ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് കണ്ടോ ബുർജ് ഖലീഫ കയറുന്നുണ്ട്. ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് നേരെ അവിടെ ഒരു ചിലപ്പോൾ സെക്യൂരിറ്റി ആയിരുന്നു നിൽക്കും. ഇതാണ് റോളക്സ്. എമറിൻ്റെ ബിൽഡിംഗ് നിങ്ങൾ നോക്കിയാൽ ഒരു കപ്പലിൽ നിൽക്കുന്ന മേളിൽ ഒരു കപ്പലിൻ്റെ ഒരു പോഷൻ പോലെ ഇല്ലേ അല്ലേ? അതേപോലെ ആയിരിക്കും. കാര്യം അവരുടെ എല്ലാത്തിലും ഒരു കപ്പലിൻ്റെ ഒരു ഇത് ഡിസൈൻ കാണുമല്ലേ? ഇവരെ പഴയ കാലം അതായിരുന്നല്ലേ കപ്പൽ. കപ്പൽ അങ്ങനെയുള്ള സാധനം. ഈന്തപ്പഴമൊക്കെ വളഞ്ഞ് പഴുക്കാനുള്ള സമയമായിട്ടുണ്ട്. അത്രയ്ക്ക് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ദുബായ് മോൾ എത്താറായി. ഇപ്പോൾ 6ാമത്തെ വാക്ക് വേണം ഈ കാണുന്നത്. ഇത് ചെറിയ സ്പീഡാണ്. നമുക്ക് വേണമെങ്കിൽ നടക്കാം. പെട്ടെന്ന് എത്തും കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഈ സമയത്ത് ഈ വാക്ക് ഇല്ലായിരുന്നു എന്ത് പ്രശ്നമായിരിക്കും അല്ലേ? നമ്മൾ ദുബായ് മോളിലോട്ട് എൻ്റർ ചെയ്യാം. ഷോപ്പിംഗ് ചെയ്യുന്ന കടകളല്ലേ ഇവിടെ? ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. ഇവിടെ എക്സ്ചേഞ്ചുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം ഫോറിനേഴ്സ് ആയിരുന്നു കേട്ടോ അല്ലേ? ഐസ്ക്രീം അതാണ് ഈ ഐസ്ക്രീം. മറ്റേ എല്ലാം കൈ കൊടുക്കത്തില്ല, പറ്റിക്കുന്ന ഐസ്ക്രീം അല്ലേ? ഓക്കെ ഗൈസ്, ഇത് നടന്ന് ഇനിയും പോകാനുണ്ടല്ലോ. ഇവിടെ എത്താനുണ്ടല്ലേ?
10 മിനിറ്റാണ്. ബാത്റൂമിലോട്ട് പോകുന്ന എൻട്രൻസാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ പടങ്ങൾ പൂക്കൾ കുത്തി വെച്ചിട്ടുണ്ട്. ജി ഷോക്കിൻ്റെ ഷോറൂം ഉണ്ട് അവിടെ. ഇതാണ് ദുബായ് മോളിൽ. നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡൈനോസർ ഉണ്ട്. ഡൈനോസറിൻ്റെ ആ സ്കെൽറ്റൻ ഇല്ലേ, ഒറിജിനൽ ഡൈനോസറിൻ്റെ സ്കെൽറ്റൻ വെച്ചിരിക്കും. അപ്പോൾ അവിടെ ചോദിച്ചാൽ പറഞ്ഞ് ഈ വഴി നേരെ നടന്നാൽ മതി. അപ്പോൾ നമ്മൾ അതൊന്ന് പോയി കണ്ടിട്ട് വരാം. ഞാൻ ഒരു 3-4 വട്ടം ഇവിടെ വന്നിട്ട് പോലും അത് കണ്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചാൽ അത് വേറെ ഏതോ സ്ഥലത്താണ്. അപ്പോൾ പിന്നെ ഒരു വീഡിയോ ഉണ്ട്. അത് നമുക്കൊരു വണ്ടി കാണാം. ഇവിടെ ഒരു വണ്ടി കണ്ടോ, ഒരു വണ്ടി നമ്മളൊരു കുറേ കേട്ടോ. ആ വണ്ടിയിൽ കയറി പോകാം, പൈസ കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ഡ്രാഗനെ ഒന്ന് ജസ്റ്റ് ഒന്ന്, ഡ്രാഗനല്ല ഡൈനോസറിൻ്റെ, അത് ഒറിജിനൽ പീസാണ് കേട്ടോ. ഒറിജിനലായിട്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ മേളിൽ മുട്ട ഇരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ ആയിരിക്കുമല്ലേ, ഇവിടെ ഇതുണ്ട് ഒരു മുട്ട ഇരിക്കും ഇവിടെ ഇല്ല സാധനം. ഓക്കെ കേസ്, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഈ എവിടെയാണ് പോകേണ്ടത്? ഇതെന്താ അവന് ഹിന്ദിയിലാണോ പറഞ്ഞത്? അല്ല, ഇംഗ്ലീഷാണ് പറഞ്ഞത്. ആ, ഇവന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല കേസ്, ഇങ്ങോട്ടാണ് പോണേന്ന് അവൻ പറഞ്ഞു കാട്ടി. ഞാൻ അവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ എൻഡായി, ഇനി താഴോട്ട് ഇറങ്ങണമെന്നാണ് പറയുന്നത്. ഈ മോളിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടം 1, 2, 3, 4 നിലയെ കാണത്തുള്ളൂ കേട്ടോ. ഹ്യൂജാണ് കേട്ടോ. ഒരു നില തന്നെ എത്ര ഉണ്ട് ഇവിടെ ഉണ്ട്. ഇത് സാധനങ്ങൾ കെട്ടി വലിക്കാൻ, അതായത് ഈ ഷോപ്പിലൊക്കെ എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഈ റോപ്പ് ഉണ്ടോ, ഇവിടെ ഒരു മോട്ടറായിരിക്കുന്നത്. ഇവിടെ നിന്ന് കയറ് താഴോട്ട് പോകും, അവിടെ നിന്ന് കെട്ടി വലിച്ച് ഇങ്ങോട്ടിടും. അതിന് വേണ്ടിയാണ് ഈ റോപ്പുകൾ വെച്ചിരിക്കുന്നത്. അത് പല പല സ്ഥലത്താണ്. ഏതാണ് ഇത്? മ്യൂസിയം. ആ ആ ഓക്കെ ഓക്കെ. ഓ, ഇത് മാജിക്കൽ മ്യൂസിയം. ഓ, ഇത് ഗൈസ്, ഇതിന് ഈ വീഡിയോ ഞാൻ കണ്ടത് ഗൈസ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. എനിക്ക് 19 ദിർഹം അങ്ങനെ എന്താണ്ട് ഞാൻ തോന്നുന്നു കേട്ടോ. കയറണോ? കുറച്ച് കൂടിയിട്ടുണ്ട്. അതിലും പിന്നെ ചോദിച്ചിട്ട് നമുക്ക് പിന്നെ കയറാം. ഇപ്പോൾ നമ്മൾ നേരെ വന്നിരിക്കുന്നത് ആ ഒരു ഡൈനോസറിനെ കാണാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ആ ഗൈസ്, ഇവിടെ തന്നെ കേട്ടോ. ഇങ്ങനെ ഡൈനോസർ ഞാൻ കാണിച്ചു തരാം. തൊട്ട് താഴെ ഉണ്ട് കേട്ടോ, ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഒറിജിനൽ പീസാണ് ഇവർ പറയുന്നത്. അപ്പം ഒറിജിനൽ അത് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാണ്ടാ കിടക്കുന്ന പ്ലേസ് ഞാടെ കണ്ടോ, താഴെ കാണുന്നുണ്ടോ, ഇതാണ് ഡൈനോസർ. ഇത് ഒറിജിനലാണ്. താഴെ ഉണ്ട് ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത്. നമുക്കിനി അങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. ഏറ്റവും ബേസ് നിലയിലാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് കാണുക. അതിൻ്റെ ഡീറ്റെയിൽ അവിടെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്നൊരു വീഡിയോ എടുത്ത് അടാറ് സാധനം. ഇതിൻ്റെ അകത്ത് എല്ലാം ഒറിജിനൽ എന്നാണ് പറയുന്നത്. ഈ ഒരു ഇതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ മോൾ. അതായത് ലക്ഷറീസ് ആയിട്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ദുബായിൽ ലക്ഷറീസ് അല്ലേ കിട്ടത്തുള്ളൂ. ഇത് നോക്കി, ഇതിൻ്റെ മുകളിൽ ഒരു പൂജ സാധനം. ഇത് കറക്റ്റ് ഇത് 1, 2, 3, 4 നില ഉണ്ട് കേട്ടോ ടോട്ടൽ. ഇതിന് താഴോട്ട് ഒരു ബേസിംഗ് മെൻ്റ് ഉണ്ട് കേട്ടോ. നമുക്കത് കാണാൻ പറ്റില്ല. അത് കാർ പാർക്കിംഗ്. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ചും കൂടെ താഴെ പോകാം ഗൈസ്. എന്ത് കാണാം, LED വാളിലോട്ട് വന്നിട്ടുണ്ട്. താഴെ കാണുന്നതാണ് അക്വേറിയം. ഇത് മുന്നേ നമ്മൾ വന്നിട്ടുണ്ട്. താഴെ നിന്ന് ചിലവരൊക്കെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഇതാണ് ഏറ്റവും വലിയ LED വാൾ എന്ന് പറയുന്നത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ LED വാൾ. അവിടെ ഒരു പ്ലെയിൻ ഇട്ടിട്ടുണ്ട്, എമിറേറ്റ്സിൻ്റെ പ്ലെയിൻ. നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ബുർജ് ഖലീഫയിലേക്ക് കയറാൻ പോകുന്നത്. ആ ഒരു സ്പോട്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ്. ഇതൊരു അടാറ് വാളാട്ടോ. തിയേറ്ററിൻ്റെ അപ്പുറം വെള്ളുന്ന വാളല്ലേ. ഇത്രയ്ക്ക് വലിയ LED വാളാണ്. ഇതിൻ്റെ താഴെയാണ് ഏറ്റവും വലിയ ഇൻഡോർ അക്വേറിയമാണ് കേട്ടോ. ഈ കാണുന്നത് ആൾക്കാർ ഇരിക്കുന്ന കേട്ടോ. ഇത് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയുള്ള ആൾക്കാർ കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, ഇതുണ്ട്. ഇവർ കൂട്ടത്തോടെ മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. ഷാർക്ക്, ചട്ടുവത്തലയൻ ഷാർക്ക്. എന്തോ തിന്നാൻ കൊടുക്കുമെന്ന് പറഞ്ഞു വന്നേ. ചട്ടുവത്തലയൻ ഷാർക്കായി തെരണ്ടി. ഇതാണ് ഇതിൻ്റെ വാലിൻ്റെ അറ്റത്ത് ഒരു സൂചിയുണ്ട്, ചെറിയ സൂചി. ഇതൊരു ഭാഗം ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്കെൽറ്റൻ. അവിടെ താഴെ ആൾക്കാരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുക്കാം കേട്ടോ. കണ്ടോ, ഇതാണ് സ്കെൽറ്റൻ വരുന്നത്. ഇത് ഒറിജിനലാണ് കേട്ടോ. ഒറിജിനൽ എല്ലാം ഒറിജിനൽ പീസാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അവിടെ ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയിൽ ഡീറ്റെയിൽ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. 2008 USA ഇത് ഡിസ്കവറി ചെയ്തത് കേട്ടോ. അറബിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് ഡിസ്പ്ലേയിൽ കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് ടൈം ലൈനായി എഴുതിയിരുന്നത് 25 മില്യൺ എന്നായിരിക്കും എഴുതിയേക്കുന്നത്. ഇത് വെജിറ്റബിൾസ് കഴിക്കുന്ന കേട്ടോ.
അതായത് നമ്മൾക്ക് അറിയാമല്ലോ, നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ വീഡിയോ കണ്ടല്ലേ. അപ്പോൾ ഇത് വെജിറ്റബിൾ കഴിക്കുന്നത് ഇത് ഒറിജിനൽ ഇതാണ് കേട്ടോ, ഒറിജിനൽ ആ എല്ലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് എൻ്റെ തലയാട്ടോ, ചെറിയ തലയാട്ടോ. ഇത് ഒരു ഫ്രെയിമിൻ്റെ അകത്താട്ടോ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ ഒരു സ്കെൽറ്റൻ വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് അതിൻ്റെ തുടയിൽ ആ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. ആ സ്കെൽറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എനിക്കിത് കുറേ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സ്കെൽറ്റാണ്. കണ്ടത് ആദ്യമായിട്ടാണ് ഇത് കണ്ടത്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് കുറച്ച് നാളായിട്ടുള്ളൂ. 2018 നമ്മൾ ഡിസ്കവർ ചെയ്ത് എടുത്തിട്ട് ഇത് എപ്പോൾ കൊണ്ട് വെച്ചതെന്ന് നമുക്കറിയത്തില്ല. അക്വേറിയം കാണാൻ പോവുക, അക്വേറിയം കണ്ടില്ല, അതിൻ്റെ താഴെ നിന്ന് കാണാൻ വേണ്ടി പോവുക. അപ്പോൾ ഇത് വരിക, ഇവിടെ നിന്ന് വരിക കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അല്ലെങ്കിൽ അവിടെ ഡിസ്പ്ലേ ഉണ്ട്, അതിൽ ജസ്റ്റ് ഡൈനോസർ പോയിൻ്റ് എന്നോ എല്ലാം ടൈപ്പ് ചെയ്താൽ മതി, സാധനം കാണിച്ചു തരും. കറക്റ്റ് നമുക്ക് ആ പാത്ത് കാണിച്ചു തരാം. ഇവിടെ ATM മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ATM ഇത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ, ഈ ഏരിയയിലുണ്ടല്ലേ, ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. ഇതാണ് ഐസ്ക്രീം പിള്ളേരുണ്ടോ കഴിക്കാൻ. ഇവിടെ എത്ര രൂപ അവിടെ? ചില സമയത്ത് കാണാൻ കോമ്പറ്റീഷൻസ് ഒക്കെ. ഇപ്പൊ തൊട്ടടുത്ത് എമ്മറിന്റെ മേളിൽ കാണുന്ന ഒരു ഹോട്ടൽ, ഒരു ചെറിയൊരു ബോക്സ് പോലെയാണ് ഈ കാണുന്നത്. ഈ ഒബ്സർവേഷൻ ഡെക്ക് പോലെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. ഇത് കണ്ട് നമുക്ക് ചായ കുടിക്കാം. വേറെ ലോകം ടൈഗറിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആണെന്ന് പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ടൈഗറിന് ഉണ്ടാക്കി വെച്ചിരുന്ന വേണം. സ്റ്റീലിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടൈഗറിനെയാണ് ഈ കാണുന്നത് കേട്ടോ. ആണ് ഗൈസ്, അതായത് കണ്ടോ ആർട്ട് മാർ. ഇവിടെ കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഉണ്ടാക്കിയിരിക്കുന്നത് അമൽ സ്കൾപ്ചർ ഓഫ് ജോൺ എസ്. അമൽ എന്ന് പറയുമ്പോൾ ഹോപ്പ്, ഇതൊരു ഹോപ്പ് അവർ ചെയ്യുന്നത്. ഓ അങ്ങനെ, ഓക്കെ. നമ്മളങ്ങനെ ഫൗണ്ടനിൽ നിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ 1 പോയിന്റിലിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 0.5 ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കാര്യം നമുക്ക് ദുബായ് മോളിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി വൈഡായിട്ട് എറിയാൻ മാത്രമേ ഉള്ളൂ, നല്ല ഭംഗി ഇട്ടിട്ടുള്ളൂ. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ്, നമ്മുടെ വ്ളോഗിലെല്ലാം വന്നിട്ടുള്ളതാണ്. ചുമ്മാ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നോക്കാം. നമുക്ക് ബുർജ് ഖലീഫയിലോട്ട് പോകണം. അവിടെ ഭയങ്കര വെയിലായിരുന്നു, പിന്നെ ഞാൻ അങ്ങോട്ട് വലുതായിട്ട് പോവാത്തത്. ഇപ്പോൾ ഒരു മാക്സ് കണ്ടുപിടിക്കാം. ഇവിടെ മാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സ് കണ്ടുപിടിച്ച് മാക്സിൽ കയറിയിട്ട് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും നോക്കാം. എന്താണ് റേറ്റ് കുറവാണ് കേട്ടോ ഇവിടുത്തെ മാക്സിൽ. ഇതാണ് നമ്മളെ മാപ്പ്. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പോകുന്നത് മാക്സിൽ പോകണം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക, മാക്സ് എന്ന് സെർച്ച് ചെയ്യുക, മാക്സ്. ഓക്കെ, അപ്പോൾ അവർ കറക്റ്റ് വഴി കാണിച്ചു തരും. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. നമ്മളിവിടെ നിൽക്കുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ വരണം അല്ലേ, അങ്ങോട്ട് പോകണം, അങ്ങോട്ട് ആ ഏരിയയിൽ. ഓക്കെ, അത് ഫുള്ളും തീർന്നില്ല. ഓക്കെ ഗൈസ്, ഇവിടെ നേരെ പോവുക, ഇങ്ങനെ ഇറങ്ങിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകണം. അപ്പോൾ അതിന് തൊട്ട് താഴത്തെ നിലയിലാണ് മാക്സ്. ഗൈസാണ് ഇത് അക്വേറിയം. ഇത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കണ്ടോ ഇവിടെ എന്തോ സംഭവം ഉണ്ട് ഗൈസ്. അവിടെ ആ മീനൊക്കെ നിൽക്കുന്നുണ്ട്. ഓരോരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെയൊക്കെ എന്താ റേറ്റ് ആയിരിക്കും ആ സമയത്ത്. ഈ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നവർക്ക് ഈ അക്വേറിയം കണ്ട് ജ്യൂസ് കുടിക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മുട്ട റെസ്റ്റോറൻറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ അക്വേറിയം. ഇത് കണ്ട ആ കൂട്ടിൻ്റെ അകത്ത് ആൾക്കാരുണ്ട് കേട്ടോ. ഇത്തിരി റേറ്റ് ഉണ്ടല്ലോ ഇതിങ്ങനെ കയറുന്നതിന്. അപ്പോൾ ഇത് പെയ്ഡാണ്. പെയ്ഡ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരു കൂട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ജസ്റ്റ് ഇത്ര ഉള്ളൂ കേട്ടോ. ഇത് ഒരു ഇത്ര വലിയ അക്വേറിയമാണ്, ഇൻഡോർ അക്വേറിയം എന്നാണ് ഇതിന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ അക്വേറിയം. ജാഗര ഗൈസ്, ഇത് നോക്കി ഇങ്ങനെ കറങ്ങുന്നത് എന്താണ് സംഭവം ഗൈസ്. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു മാക്സ്. ഈ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി വിഷയം കേട്ടോ. ഈ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതില്ലേ കുറച്ച് പാടല്ലേ അതിൽ നിന്ന് കണ്ടുപിടിച്ച് വരാൻ. കറക്റ്റ് ചില പരിചയമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് വരും. ഈ ഡിസ്പ്ലേ ആണ്. നല്ല റേറ്റ് കുറവുള്ള സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ മാക്സിൽ. അതായത് ദുബായ് മോളിൽ സെൻട്രൽ പോയിന്റ് ഉണ്ട്. അത് സെൻട്രൽ പോയിന്റ് ഇവിടെ തന്നെ, ഇതിനകത്ത് തന്നെ ഉണ്ട് സെൻട്രൽ പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ അത് സെൻട്രൽ പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെയും കൂടെ പോകാം. മിനി സൂപ്പ് അവിടെയും കുറവാണ്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഇപ്പം മാക്സിൽ കയറാം. 25 ഇടിയേ ഉള്ളൂ ഈ ടീഷർട്ട്. പിന്നെ 15, 20, 30 അങ്ങനെയുള്ള കുറേ ഇതുണ്ട്. ഇത് 35 ഉള്ളു ഈ ഉടുപ്പിന്. നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഞാൻ നോക്കിയിട്ട് ദുബായ് മോളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് മാക്സിലൊക്കെ കയറി നോക്കുക. നല്ല റേറ്റ് ഒക്കെ. ഈ പാൻറ്റ് കൊള്ളാം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് ഇങ്ങനത്തെ കളർ. ഇത് കുറച്ചും കൂടെ ഡാർക്ക് വേണം. ഡാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഈ കളേഴ്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ. ഇത് ഒരുവിധം കിടലം പാൻറ്റ് കേട്ടോ. ഏകദേശം 35 ദിർഹം ഇതിന് വരുന്നുള്ളൂ. അത് കൊള്ളാം കേട്ടോ. ഓക്കെ, അതായത് ഇതൊക്കെ നമ്മൾ വേറെ കടയിൽ നിന്ന് മേടിച്ചാൽ 50 രൂപ, 50 രൂപ, 60 രൂപ ഒക്കെയാണ്. പക്ഷേ ഇവിടെ വില കുറവാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് എഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. 81 കൊള്ളാം. 20 വരുന്നുള്ളൂ. 20 നമ്മുടെ നാട്ടിൽ 500 രൂപയല്ലേ.
ഇതുണ്ട്, ഇത് 20 ഉള്ളു. ഇത് നല്ല ക്വാളിറ്റി കേട്ടോ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഇത് നമുക്ക് അത്യാവശ്യത്തിന് വെളിയിലോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനം കണ്ടോ. ഇതും അത്യാവശ്യത്തിന് നമുക്ക് വെളിയിലോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാം, അകത്ത് വിടാം വെളിയിൽ വിടാം, എല്ലാം ഒരു കംഫോർട്ടായിട്ട് കിട്ടുകയും ചെയ്യും. ഒരു മാക്സിൽ നിന്ന് ഇറങ്ങി കൊള്ളാൻ കിട്ടും, നല്ല സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത സെൻട്രൽ പോയിന്റുകൾ പോകും, ഒരു ഷർട്ട് എടുക്കാനും ഒരു ടീഷർട്ട് എടുക്കാനും. അപ്പം അടുത്ത സെൻട്രൽ പോയിന്റ് പോകുമ്പം അടുത്ത പോയിന്റ് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വന്ന് സ്കാൻ ചെയ്ത് സെൻട്രൽ പോയിന്റ് ഇവിടെ. ഓക്കെ, സെൻട്രൽ പോയിന്റ് ഇവിടെ നിന്ന് ഇവിടെയല്ലേ നമ്മൾ നിൽക്കുന്നത്, ഇവിടെ നിൽക്കുന്നതല്ലേ, ഇച്ചിരി വിഷയമാണ്. അങ്ങോട്ട് അവിടെയാണ് സെൻട്രൽ പോയിന്റ് വരുന്നത്. ഓക്കെ, ഞങ്ങൾ അവിടെ നിന്ന് സെർച്ച് ചെയ്തു കേട്ടോ, സെൻട്രൽ പോയിന്റ് കാണുന്നില്ല. കാര്യം ഈ ഏരിയയിലാണ് സെൻട്രൽ പോയിന്റ് നമുക്ക് അറിയായിരുന്നു, പക്ഷേ സംഭവം കാണുന്നില്ല. കാര്യം എന്താണെന്നറിയാവോ, അതാണ് സെൻട്രൽ പോയിന്റ്. അറബിയിലായി പോയി, നമ്മൾ കണ്ടില്ല. അല്ലെങ്കിൽ ആ സിമ്പലെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഞാൻ ഓക്കെ ആക്കിയായിരുന്നു. അതായത് സെൻട്രൽ പോയിന്റിൻ്റെ പറ്റി. അപ്പോൾ ഇതാണ് സെൻട്രൽ പോയിന്റ് കേട്ടോ, ഒരു വലിയൊരു മോളാണ്. നമുക്ക് ഇവിടെ നിന്ന് കയറണം, ഇത് കിഡ്സിൻ്റെയാണ്. അവസാനം നമ്മൾ പിന്നെയും ദുബായ് സെൻട്രൽ പോയിന്റിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇച്ചിരിക്കൂടെ റേറ്റ് കൂടുതല, പക്ഷേ നമ്മുടെ മാക്സാണ് കുറച്ച് റേറ്റ് കുറവ്. ഇത് 22 AD എന്ന് പറയുമ്പം 22 ADക്ക് മുകളിലോട്ടാണ് വരുന്നത്. എൻ്റെ മുകളിലാവും നോർമൽ. ഇതും നമുക്ക് സാധാരണ ഒരു സാധാരണക്കാരന് വണ്ടി അല്ല, സാധാരണക്കാരന് എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് സെൻട്രൽ പോയിന്റ്. ഇത് 2 AD to 7 AD. അപ്പോൾ നമുക്ക് നോക്കാം, 45 AD ഒക്കെ വരും ഈ സാധനത്തിന്. അതൊക്കെ നല്ല നല്ല ക്വാളിറ്റി കേട്ടോ. 42 AD എന്നൊക്കെ പറയുമ്പോൾ ഷർട്ടുണ്ട്, ഹാഫ് കൈ ഷർട്ടല്ലേ, ഫുൾ കൈ ഷർട്ട് ഇപ്പുറമുണ്ട്. അവൻ നോക്കുന്നുണ്ട്, അവനെ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നല്ല നല്ല എല്ലാം പ്രീമിയം ലുക്കാണ് കേട്ടോ. എങ്ങനെയുണ്ട്, കളക്ഷൻസ് ഇല്ല അല്ല. ഇതാണ് സെൻട്രൽ പോയിന്റ്. ഇത് അറബിലാണ് സെൻട്രൽ പോയിന്റ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഫസ്റ്റിലത്തെ ഗേൾസിൻ്റെയാണ്, ബാക്കിലോട്ടാണ് കേട്ടോ ബോസ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിവിടെ വന്നിട്ട് പോയതാണ് ഗൈസ്. കേട്ടോ എന്ത് ലുക്കാന്ന് നോക്കിയാൽ കാണാം. ഞാൻ ഇവിടെ ഈ ഒരു ഫ്രെയിം അടിപൊളി ഫ്രെയിം, ഇങ്ങ് വന്നേ. ഓക്കെ, ഈ ഒരു ഫ്രെയിം അടിപൊളി ഫ്രെയിം ഗൈസ്. നമുക്ക് തംബ്നെയിലായിട്ട് എന്തെങ്കിലും ഫോട്ടോ എടുക്കുകയും ചെയ്തെടുക്കാം കേട്ടോ. ഇത് മെയിനായിട്ട് കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാണുന്നതാണ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തത് കേട്ടോ. എന്നാലും നമ്മളിവിടെ കയറുന്നുണ്ട്. അതിപ്പോഴൊന്നുമല്ല, ഒരു 2 ആഴ്ച 3 ആഴ്ചക്ക് മുന്നിൽ അടുത്ത വീഡിയോ വരും. കാര്യം ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി കിട്ടും. ഇതിൻ്റെ ചിക്കൻ റേറ്റ് പല പല റേറ്റുകൾ കേട്ടോ. അത് കാരണം ഉണ്ട് 19 ഉണ്ട്, 20 ഉണ്ട്, 150 ഉണ്ട്. അപ്പോൾ അത് കാരണം അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ വരുന്നുണ്ട്. കാര്യം യൂട്യൂബിൽ ഞാൻ കണ്ടേ ഉള്ളൂ, യൂട്യൂബിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ആരെങ്കിലും പോയവർ ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമ്മൾ വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇനി നമ്മൾ നേരെ ദുബായ് ഫൗണ്ടൻ ഇല്ല, അവിടെ ഫൗണ്ടൻ എന്തായാലും വർക്ക് ചെയ്യും. അതിൻ്റെ അകത്ത് അണ്ടർ വാട്ടർ ചെയ്യുന്നുണ്ട് 2 പേര്. എനിക്കൊന്ന് 2 പേരെ ട്രെയിൻ ചെയ്യിപ്പിക്കാതെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറാൻ കേട്ടോ. 600-700 എത്രയാണ് എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. ഞാൻ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, ദുബായ് അക്യോസിൻ്റെ അകത്ത്. ഫൗണ്ടൻസ് അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും വലുതായിട്ടൊന്നും എടുക്കുന്നില്ല. ഇവിടെ കണ്ടത് ആപ്പിളിൻ്റെ വലിയൊരു ഷോറൂമിൻ്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. ആപ്പിളിൻ്റെ ഷോറൂം. ഇവന് ഫോട്ടോ കുറച്ച് എടുത്ത് കൊടുക്കണം, കാണുന്നതിന് ബുദ്ധിയില്ല. അവിടെ പണി കിടക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മളിവിടെ കുറച്ച് ഫോട്ടോ എടുക്കുക. ആപ്പിളിൻ്റെ ഷോപ്പ് ഉണ്ട് ഇതിൻ്റെ. അതിവിടെ നേരെ നമുക്ക് കണ്ട ബുർജ് കാണാൻ പറ്റും. നമുക്കിനി ഇവിടെ നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. ആപ്പിളിൻ്റെ വിഷൻ പ്രോ ഉണ്ട്, അത് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട്. അത് നമുക്ക് മുന്നൊരു ദിവസം വരാം, എന്നിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. ഗൈസ്, അവസാനം നമ്മൾ മെട്രോ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കണ്ട ഇവിടെ. ഇനി നമ്മൾ നേരെ മെട്രോയിൽ കയറുക. 5 മിനിറ്റ് നടന്നാൽ മതി. 15 മിനിറ്റ് അല്ല, 5 മിനിറ്റ് നടന്നാൽ പോരെ മെട്രോയിലോട്ട്. ഇവിടെ ലെഫ്റ്റ് വായി കഴിഞ്ഞാൽ ഇവിടെ ഫോണുകൾ വെച്ചിരിക്കുന്നത് കാണാം. അതേത് കമ്പനി, എല്ലാ കമ്പനിയുടെ ഉണ്ടോ? ഹുവായിയുടെയാണ് കേട്ടോ, എല്ലാ കമ്പനിയുടെ ഇല്ല, ഹുവായിയുടെ ഫോണുകളാണ്. ഹുവായിയുടെ ഫോണിൽ ഇവിടെ അവൈലബിൾ ആണ്, നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഇല്ലാത്ത. റോഡുണ്ട്, ഒന്ന് മേളിൽ കൂടെ പോകുന്ന റോഡുണ്ട്, അവിടെ റോഡുണ്ട്. ഇതുണ്ട്, ഇത് ഗ്രൗണ്ടിൽ വരെ. അത് കഴിഞ്ഞ് താഴെ എൻ്റെ കണ്ട ചെറുതായിട്ട് അതിൻ്റെ അകത്ത് 2 ഗ്രൗണ്ട് പോകണുണ്ട്. 3 റോഡായി ഈ വഴി കൂടെ പോകുന്നത്. ആലോചിച്ച് നോക്കി എന്താ കൺസ്ട്രക്ഷൻ അല്ലേ. ഇതിന് മുന്നേ ഒക്കെ കൺസ്ട്രക്ഷൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചാലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. ഞങ്ങളിപ്പോൾ ബാക്കിലേക്ക് കയറി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പോ 2025 കഴിഞ്ഞാൽ ഇത് റോഡിൻ്റെ ഒരു 3-4 ഹോട്ടൽ അവിടെ കാണാൻ പറ്റും. അണ്ടർഗ്രൗണ്ടിലുള്ള റോഡ് കണ്ടോ. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഫുള്ളും പാർക്കിംഗ് കേട്ടോ, കാർ പാർക്കിംഗ് ചെയ്യാനുള്ളത്. ഞങ്ങൾ അന്നൊരു ദിവസം വന്നപ്പം ഫുൾ പാർക്കിങ്ങിൻ്റെ അടിയിൽ കൂടെ ഞാൻ കയറി കണ്ട കാർ ഇട്ടേക്കുന്നുണ്ട്. ഇത് 5 കാറല്ലേ, ലക്ഷറീസ് വണ്ടി കാറാണ്. ഇത് ഏത് കമ്പനിയാണ്? ഇത് ബെന്റ്ലിയുടെയാണ് എല്ലാം. ബെന്റ്ലി 5 കാർ ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്നു. ഇത് എപ്പോൾ വന്നാലും ഇങ്ങനെ തന്നെ കാണും കേട്ടോ. ഇവരെടുക്കും, ഉപയോഗിക്കുമോ? RFDG വരിക, എക്സിറ്റ് 3. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു കട കാണിച്ചു തരാം. ഇതിൽ റീലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. നല്ല ഫുഡാണ്. 3 ദിർഹത്തിന് ഷവർമ കിട്ടും. അതേപോലെ തന്നെ ബ്രോസ്റ്റഡ് കിട്ടും 5 ദിർഹത്തിന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് കയറാം. 3 എക്സിറ്റ് 3 RFDG.
നേരെ കയറുക, പോയി കഴിക്കാൻ കഴിയും. ഇവിടെ വന്നിരുന്ന് ഒരു ഷവർമ, 2 ഷവർമ, പിന്നെ ഒരു റോസ്റ്റഡ് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെ ചിക്കൻ റാപ്പിടെ ഒരു റാപ്പ് അല്ലേ 7 ദീർഘമുള്ളൂ കേട്ടോ. ഇവിടെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. കഴിച്ചങ്ങനെ വയറ് നിറഞ്ഞിട്ടുണ്ട്. ഇതാണ് ബബിൾ ടീ കേട്ടോ ഇവിടെ. ഇതൊന്ന് കുടിച്ചു നോക്കാം. ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് നല്ല ചിരിക്കുന്നത്, ഇതും ചിരിക്കുന്നത് തന്നെയാണ്. ഗൈസ് ഒരു സ്ട്രോ ഒക്കെ തരും. നമുക്ക് എന്തായാലും കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇങ്ങനെ എടുക്കുക, കുടിച്ച് എങ്ങനെ ഉണ്ടാ അവനെ കുടിച്ച് നോക്കി. അടിപൊളി സാധനമെന്ന് പറയാം. ഞാനപ്പോൾ ഒന്ന് കുടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് ബബിൾ പോലെ ചില എന്തോ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറേ 4-5 ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ വാനില ഐസ്ക്രീം പോലെ ഐസ്ക്രീം 5 ദീർഘമുള്ളൂ ഗൈസ്. ഈ വലിയ പോർഷൻ ഇത് വലുതാട്ടോ കണ്ടോ, 5 ദീർഘം. നമ്മളെ വീഡിയോ എന്തായാലും അതിൻ്റെ ചെയ്യുകയാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഉച്ചമാനെ എത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും കാണാം. ഇവനെ പറഞ്ഞിട്ട് നമുക്ക് പോയി. ഇവൻ ഗോണ്ടൽ ഇൻ്റർനാഷണൽ സിറ്റി കേട്ടോ. ഇനി 9 മണിയാകുമ്പോൾ ഇപ്പോൾ കാര്യം വേറെ ഒന്നുമല്ല, ഇവിടെ നിന്ന് മെട്രോ ഇറങ്ങുക, അടുത്ത ബസ്സിൽ കയറി പോകുന്നില്ലേ. ആ ഗൈസ്, അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ.